കാർത്തികപ്പള്ളി അർപ്പണ വിജ്ഞാനവേദി ഗ്രന്ഥാലയം എൻ വായനശാലയുടെ പുതിയ കെട്ടിടം വടകരയുടെ മുൻ MP കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കഥാകാരൻ സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവും വാഗ്മിയുമായി BK തിരുവോത്തിന്റെ ഫോട്ടോ ലൈബ്രറി ഹാളിൽ ഷാഫി പറമ്പിൽ MP അനാച്ഛാദനം ചെയ്തു. പരിപാടിയിൽ വിവിധ ജനപ്രതിനിധികൾ, ഗ്രന്ഥശാല സംഘം ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥശാലയുടെ സ്ഥാപക പ്രസിഡന്റ് ചാലിൽ ബാലകൃഷ്ണക്കുറുപ്പിനെ കെ മുരളീധരൻ പൊന്നാടി അണിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏകാഭിനയത്തിന് തുടർച്ചയായി 3 വർഷം A ഗ്രേഡ് നേടിയ ഉത്തര മനോജിനെ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞബ്ദുള്ള മാസ്റ്ററും ജില്ലാതല അക്ഷരോത്സവത്തിൽ പ്രസംഗത്തിൽ 2ാം സ്ഥാനം നേടിയ നിവേദിന് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി N ഉദയനും ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ രമ്യത ശ്രീജിത്ത്, KP ശ്രീധരൻ, KP മനോജ് കുമാർ, ദീപ്രാജ് K, പാറക്കൽ രവി, VP ഉമ്മർ ഹാജി, NM ബിജു, PK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, TK വാസു മാസ്റ്റർ, KK കുമാരൻ മാസ്റ്റർ, സുരേഷ് ബാബു പാറക്കൽ, KP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച വിവിധ സെഷനുകളിൽ രക്ഷാകർതൃത്വം, പുതുകാലത്ത്, കടത്തനാടിന്റെ ഫോക്ക് പാരമ്പര്യം, വായനയുടെ ലോകം, വായന, വിനോദം, വിജ്ഞാനം, അവബോധം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് P ഹരീന്ദ്രനാഥ്, ബാബു AP, ഉഞ്ചിയം പ്രഭാകരൻ മാസ്റ്റർ, രാജൻ ചെറുവാട്ട്, PK രാജൻ മാസ്റ്റർ, KT ദിനേശ്, PK ശശികുമാർ, രാജഗോപാലൻ കൊടക്കാട്ട് തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനാനന്തരം സബർമതി തിയേറ്റേഴ്സിന്റെ ഒരു കോഴിക്കോടൻ ഹൽവ എന്ന നാടകവും അരങ്ങേറി. വായനവേദിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി സസന്തോഷം അറിയിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് എനിക്കൊരു പ്രേരണാശക്തിയായത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ശ്രീ BK തിരുവോത്തായി. അദ്ദേഹത്തിന് വർഷങ്ങളായി എൻ്റെ പിതാവുമായിട്ടുണ്ടായിരുന്ന അടുത്ത ബന്ധവും പിന്നീട് ഞാനുമായിട്ടുണ്ടായ ബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതിന് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ MP ആയി വന്ന ഉടൻ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ അർപ്പണയ്ക്കൊരു സ്വന്തം കെട്ടിടം വേണം, അതിനൊരു 30 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അദ്ദേഹം സമർപ്പിച്ചു. എന്നാൽ ഇതിന് ഒരുപാട് കടമ്പകളുണ്ടായി. കാരണം MP ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. സംസ്ഥാനത്തിൻ്റെ ഗ്രന്ഥശാല ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ഈ സ്ഥാപനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നൽകാമോ എന്നുള്ളതിനെക്കുറിച്ച് പല സംശയങ്ങളുണ്ടായി. അതിനെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉന്നതർ തമ്മിൽ നിരവധി കത്തിടപാടുകൾ നടന്നു. ഇതിൻ്റെ ഇടയിലാണ് കോവിഡ് കടന്നത്. കോവിഡ് വന്നതോടുകൂടെ ഏതാണ്ട് 1.5 വർഷക്കാലത്തേക്ക് MP ഫണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ ഇങ്ങനെ തിരുവോത്തിൻ്റെ ഫോൺ വിളി വന്നുകൊണ്ടിരുന്നു. എനിക്ക് വന്ന് അദ്ദേഹം വിളിച്ച ഒരു കണക്ക് നോക്കിയാൽ 1000-ഓളം കോളുകൾ ഈ കഴിഞ്ഞ 3.5 വർഷം കൊണ്ടുണ്ടായി. ഞാൻ MP ആയി വന്ന ആദ്യത്തെ 3.5 വർഷം. എന്നാൽ ഈ ഫണ്ട് പുനഃസ്ഥാപിക്കുകയും ഇത് ഗ്രന്ഥശാല കെട്ടിടത്തിന് നൽകുന്നതിൽ വിരോധമില്ല എന്നൊരു നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചത്. 30 ലക്ഷത്തിൻ്റെ ഫണ്ട് തന്നെ. അർപ്പണ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥശാല അതിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭാഷയിലെ മുന്തിയ വലിയ എഴുത്തുകാരോ കലാകാരന്മാരോ ഒക്കെ ഈ വേദിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്നെ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത് എൻ്റെ കൂടിയൊരു സങ്കടമായിട്ട് അവശേഷിക്കുകയാണ്. ഞാൻ ആരാണെന്നാകട്ടെ നിങ്ങളിൽ പലർക്കും അറിയുകയുമില്ല. വായനശാലയുമായി ബന്ധമുള്ള ആളുകൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പൊതുജനത്തിന് അങ്ങനെ ഒരു അറിവുള്ള പേരായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് അപരിചിതരും അജ്ഞാതരുമായിട്ടുള്ള ഒരു സദസ്സിന് മുമ്പിൽ കുറച്ചൊരു ലജ്ജയോടും പകപ്പാടോടും കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ആളറിയാഞ്ഞാൽ ഈശ്വരനും അപമാനം പറ്റുമല്ലോ എന്നൊരു പഴയ കവിതയിൽ വായിച്ചതും ഓർക്കുകയാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഫണ്ട് ബേസ്ഡാണ്.
നമ്മുടെ കഥകളൊക്കെ പണ്ടൊരിക്കൽ എന്ന് തുടങ്ങിയിരുന്നത് പുതിയ കാലത്ത് എല്ലാം പണ്ടൊരിക്കൽ എന്നാണ് തുടങ്ങുന്നത്. ഫണ്ടിൻ്റെ കണക്കുകൾ പറയുന്നു, രൂപയുടെ കണക്കുകൾ പറയുന്നു, അത് മേടിച്ചെടുക്കാനും നിർവഹിക്കാനും ചെയ്യപ്പെട്ട കഠിന ശ്രമങ്ങളെപ്പറ്റി പറയുന്നു. എന്നാലൊരു വായനശാല അതിൻ്റെ കല്ലോ മരമോ അത് കെട്ടുവാൻ ഉപയോഗിച്ച പണമോ അല്ല. അർപ്പണ എന്ന പേരിൽ പകുതി പണം ഉണ്ട് എങ്കിലും അർപ്പണം എന്ന വാക്കിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ് എന്ന് നിങ്ങൾക്കറിയുമായിരിക്കും.